യൂണിറ്റിലത്തെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് കണ്ടു, ബഡ്ജറ്റ് ലൈൻ കണ്ടു, അങ്ങനെ കൺസ്യൂമറുടെ പ്രിഫറൻസും കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ കൺസ്യൂമർ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കൺസ്യൂമർ എല്ലാം വാങ്ങുന്നതും എല്ലാം നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ഹീ ഈസ് ഡിറൈവിങ് മാക്സിമം പോസിബിൾ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ ഗുഡ്സ്. അപ്പോഴാണ് കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതേപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതുമായിരിക്കണം. കൺസ്യൂമറിൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷനും അതേപോലെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചൂസ് ചെയ്യുമ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഇൻഡിഫറൻസ് കർവും ഈ ബഡ്ജറ്റ് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലാണ് നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്നത്. അപ്പോൾ ദ ബഡ്ജറ്റ് ലൈൻ ടച്ചസ് IC ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം. ബഡ്ജറ്റ് ലൈന് ICമ്മ ടച്ച് ചെയ്യുമ്പോഴാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. അപ്പം കുറച്ച് എക്സംഷൻസ് ഉണ്ട്. നമ്മളെ കൺസ്യൂമർ ഇവിടെ റാഷണലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ആക്കുന്ന ഒരാളെയാണല്ലോ റാഷണൽ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓൾ ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആണ്, അതുപോലെ തന്നെ വിസിബിൾ ആണ്. പിന്നെ ഹി ഹാസ് ഫിക്സ്ഡ് മണി ഇൻകം ആണ്, ഫിക്സ്ഡ് പ്രൈസസ് ആണ് ആ രണ്ട് ഗുഡിനും ഉണ്ടാവുക. പിന്നെ ഹീ സ്പെൻഡ്സ് ഓൾ ഹിസ് മണി ഇൻകം, എല്ലാ മണി ഇൻകവും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ബഡ്ജറ്റ് ലൈനുമ്പോൾ ഏത് പോയിൻറ്റുമ്പോൾ തൊട്ടാലും ഫുൾ മണി ഇൻകം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ. അപ്പോൾ എപ്പോഴാണോ ഈ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജൻറ്റ് ടു ദ IC കർവ്, ആ ഒരു പോയിൻറ്റുമേലാണ്, ആ ഒരു കോമ്പിനേഷനിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്നത്. ദിസ് കോമ്പിനേഷൻ ലേസ് നോട്ട് ഓൺലി ഓൺ ഹിസ് ബഡ്ജറ്റ് ലൈൻ ബട്ട് ഓൾസോ പുട്ട് ഹിം ഓൺ ദ ഹയ്യസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവുമേലായിരിക്കും. ഹയ്യസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഹയ്യസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവുമേൽ ആയിരിക്കും ആ പോയിൻ്റ് ലേ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനുമേലും ടച്ച് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. കൺസ്യൂമറിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും കൺസ്യൂമറിന് അഫോർഡബിൾ ആയിട്ടുള്ള മാക്സിമം സാറ്റിസ്ഫാക്ഷൻ തരുന്നതുമായിട്ടുള്ള ആ കോമ്പിനേഷൻ കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന ആ സമയത്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്നത്. അപ്പോൾ ആ സമയത്ത് രണ്ടുപേർക്കും സ്ലോപ്പ് ഉണ്ടല്ലേ, ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. അപ്പം ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ PX/PY ആണ്. അതേപോലെ തന്നെ പ്രൈസ് റേഷ്യോ ആണ് അല്ലേ. അതേപോലെ തന്നെ ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ MUX/MUY ആണ്, വേർ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗുഡ് X ആൻഡ് Y ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ബിറ്റ്വീൻ ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ് ആയി മാറും. ഓക്കെ, ദാറ്റ് ഈസ് MUX/MUY ഈക്വൽ ടു PX/PY അറ്റ് ഇക്വിലിബ്രിയം പോയിന്റിൽ. ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ MUX/PX എന്നും MUY/PY എന്നും ആക്കാം. പ്രൈസിനൊക്കെ അടിയിലും പിന്നെ ഈ MU മാർജിനൽ യൂട്ടിലിറ്റീനെ മേലെ ആക്കി കഴിഞ്ഞാൽ. പിന്നെ ഇൻ ഫാക്റ്റ് പറയുകയാണെങ്കിൽ ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് പോയിൻറ്റ്സ് ടു ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു ഗിവ് അപ്പ് ഗുഡ് Y ഫോർ ഗുഡ് X അല്ലേ. ഗുഡ് Xന് വേണ്ടി ഗുഡ് Y എത്ര കളയുന്നു എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് കാണിച്ചു തരുന്നതെങ്കിൽ ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ടെൽസ് ആസ് അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ടെൽസ് അസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഇസ് ആക്ച്വലി ഏബിൾ ടു ട്രേഡ് ഗുഡ് X ആൻഡ് ഗുഡ് Y. ഗുഡ് Yയും ഗുഡ് Xും ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നത്, ആക്ച്വലി മാർക്കറ്റിന് എത്ര വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ബഡ്ജറ്റ് ലൈന് കാണിച്ചു തരുന്നത്. സോ വെൻ ബോത്ത് ദീസ് ആർ ഈക്വൽ ഹി വിൽ ബി മാക്സിമൈസിങ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഗിവൻ ദ കോൺസ്ട്രെയിൻസ്. അപ്പോഴാണ് മാക്സിമൈസ് ചെയ്യുക സാറ്റിസ്ഫാക്ഷൻ. അപ്പം അടുത്തതാണ് ലാസ്റ്റ് ഒരു സമ്മറി പോലെ ഇവിടെ പറയുന്നുണ്ട്. വൈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് സുപ്പീരിയർ ടു ഈ യൂട്ടിലിറ്റി അനാലിസിസിനോട് സുപ്പീരിയർ ആയിട്ട് ഇൻഡിഫറൻസ് കർവ് അത്ര അടിപൊളിയായിട്ട് മാറേണ്ട കാരണം എന്താണെന്നുള്ളത്. ഇറ്റ് ഡിസ്പെൻസസ് വിത്ത് ദ എസംഷൻ ഓഫ് ദ മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. ഡിസ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പുതിയൊരു ആശയം തന്നില്ലേ. ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാതെ തന്നെ റാങ്ക് ചെയ്ത് പ്രിഫർ ചെയ്തിട്ട് കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തന്നില്ലേ. അപ്പം അത് ഒരു പുതിയൊരു സംഭവം നമുക്കിങ്ങനെ തരികയാണ്. പുതിയൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് സുപ്പീരിയർ ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. മോർ ദാൻ വൺ കമ്മോഡിറ്റി അറ്റ് എ ടൈം. ഈ ഫുഡും അതുപോലെ ക്ലോത്തിങ്ങും ഒക്കെ അറ്റ് എ ടൈം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. പക്ഷേ മറ്റേ യൂട്ടിലിറ്റി അങ്ങനെ ആയിരുന്നില്ല. പിന്നെ
മറ്റേ കാർഡിനൽ യൂട്ടിലിറ്റി അങ്ങനെ ആയിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് അസ്യൂം കോൺസ്റ്റൻസി ഓഫ് ഓഫ് മണി. ഈ കൺസ്യൂമർ സർപ്ലസും അതേപോലെ തന്നെ ഈ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഒക്കെ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മാർഷൽ അസ്യൂംഡ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം എന്ന് മുൻകൂർ ജാമ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർഷൽ. അങ്ങനെ പറയാൻ പാടുണ്ടോ? എപ്പോഴും മണി നമ്മൾ ഓരോന്നിനും സ്പെൻഡ് ചെയ്യുന്തോറും അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. സ്റ്റോക്ക് ഓഫ് മണി നമ്മളിൽ നിന്ന് കുറയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റായിട്ടുള്ള റിയലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂട്ടിലിറ്റി അനാലിസിസിനേലും നല്ലതാണ് ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇറ്റ് സെപ്പറേറ്റ്സ് ഇൻകം എഫക്റ്റ് ഫ്രം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻകം എഫക്റ്റ് കാണിച്ചു തരുന്നത് ബഡ്ജറ്റ് ലൈനും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാണിച്ചു തരുന്നത് ഈ MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉള്ള നമ്മുടെ സ്വന്തം ഇൻഡിഫറൻസ് കർവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, വെറുതെ വായിച്ചു എന്നുള്ളൂ. ഇനി സമ്മറി നോക്കിയാലോ. സമ്മറി പിടിച്ചോ. ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ വാണ്ട്സ് ഇസ് ദ ബേസിസ് ഫോർ ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ സൊസൈറ്റി. യെസ്, ഹ്യൂമൻ വാണ്ട്സ് തന്നെയാണ്. നമുക്ക് ആഗ്രഹമുണ്ട് അതിങ്ങനെ ഇന്നൊരു സാധനം വേണം. ചെയർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചെയർ വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് എല്ലാവരും ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയി മാറി. അങ്ങനെ ആൾക്കാരെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എക്കണോമിക് ആക്ടിവിറ്റി നടന്നു. ഇതൊക്കെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, വോണ്ടാണ്. All desires, tastes, motives of human beings are called wants in economics. Okay, in economics wants are classified into necessary, comfort, luxuries. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, comfort lays between necessaries and luxuries. Okay, in utility refers to the want satisfying power of goods and services. It is not absolute but relative ആണ്. ഓക്കെ, ശരിക്കുള്ളതാണോ? ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, അത് തന്നെയാണ്, ഇത്ര പെർസെൻറ്റേജാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതല്ല, റിലേറ്റീവ് ആണ് അല്ലേ, റിലേറ്റീവ് ആണ്. പിന്നെ ഇത് സബ്ജക്റ്റീവ് ആണ്, ഓരോരുത്തരെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓരോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഓരോ സബ്ജക്റ്റിനും ഓരോ ആളും ഒരു സബ്ജക്റ്റാണെന്നല്ലേ നമ്മൾ പറയാം. കാരണം ഓരോ ആളിലും ഒരു വലിയൊരു മെത്തഡോളജി തന്നെ ഉണ്ട്. ഓരോ ആളിലും ഓരോ സബ്ജക്റ്റും നമുക്ക് ഡീപ്പായി പഠിക്കാനില്ല. അതേപോലെ ഓരോ ആളനുസരിച്ചിട്ടും നമ്മളെ യൂട്ടിലിറ്റി മാറിക്കൊണ്ടിരിക്കും. ഒരാൾക്കുള്ള ഇപ്പോൾ എനിക്കൊരു ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഒരു 100ഉം എൻ്റെ ഫ്രണ്ടിന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50 ആയിരിക്കും. അപ്പം അങ്ങനെ സബ്ജക്റ്റീവാണ്, ഓരോരുത്തരനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ഡെപ്പിക്സ് അപ്പോൺ ദ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ. യെസ്, അതേപോലെ തന്നെ യൂസ്ഫുൾനെസ്സും യൂട്ടിലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സിഗരറ്റ് വലിക്കുന്നത് ഒരാൾക്ക് ഭയങ്കര യൂട്ടിലിറ്റി തരുന്നതായിരിക്കും, പക്ഷേ എനിക്കതില്ല. അപ്പം അത് യൂസ്ഫുൾനെസ് ഒന്നുമില്ല, ഇത് മെൻ്റൽ സ്റ്റേറ്റാണ് മെയിൻലി. യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് യൂട്ടിലിറ്റിയിലില്ല. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലത് മാത്രം ഓൺ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് യൂട്ടിലിറ്റി. അങ്ങനെയല്ല. ഇപ്പോൾ സിഗരറ്റ്, ഇപ്പോൾ ലിക്കറൊക്കെ കഴിക്കുമ്പോഴും കിട്ടുന്ന യൂട്ടിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ there are two important theories of utility, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ എക്സാമിന് ഈ സമ്മറിയിൽ നിന്നുള്ള ഈ ഒരു യൂട്ടിലിറ്റി റെഫേഴ്സ് ടു വാണ്ട് സാറ്റിസ്ഫൈ ആ സംഭവമില്ലേ, ഈ ഒരു സെൻറ്റൻസാണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആക്കി ഇട്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു സമ്മറിയിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ടു ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് യൂട്ടിലിറ്റി എന്താ? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ബൈ ആൽഫ്രഡ് മാർഷൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ബൈ ഹിക്സ് ആൻഡ് അലൻ. ആൻഡ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് as a consumer increases the consumption of a commodity, every successive unit of the commodity gives lesser and lesser satisfaction to the consumer. അല്ലേ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. വീണ്ടും കഴിക്കുന്തോറും സക്സസീവായിട്ടുള്ള ഓരോ യൂണിറ്റിലും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ലഡു കഴിച്ച് അവസാനം M4Tech യൂട്യൂബ് ചാനലിൽ കുറേ ഡയറി മിൽക്ക് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ട് എനിക്കൊരു വലിയ ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് 2 ബൈറ്റ് എടുത്തപ്പോഴത്തേനും എനിക്കത് മടുത്തു. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്, സക്സസീവായിട്ട് നമ്മൾ ആ കാര്യം തന്നെ വീണ്ടും എടുക്കും തോറും നമ്മളെ യൂട്ടിലിറ്റി കുറയും. മടുത്തു മീൻസ് യൂട്ടിലിറ്റി കുറഞ്ഞു. കൺസ്യൂമർ സർപ്ലസ്, അപ്പോൾ യൂട്ടിലിറ്റി ഓൾവേസ് ഡിമിനിഷിങ് ആയിരിക്കും. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞത് ആരാണ്? ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ ഫോർ എ കമോഡിറ്റി ആൻഡ് വാട്ട് ഹി ആക്ച്വലി പേസ് ഫോർ ഇറ്റ്. സോ വില്ലിംഗ് ടു പേയും അതുപോലെ തന്നെ ആക്ച്വലി പേ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. വില്ലിംഗ് ടു പേയും പിന്നെ ആക്ച്വലി പേയും.
നമ്മൾ റെഡി ആയിട്ട് പേ ചെയ്യാൻ റെഡി ആയിട്ട് അലുവയ്ക്ക് വേണ്ടിയിട്ട് 100 രൂപ കൊണ്ടുപോയി, പക്ഷേ ആക്ച്വലി പേ ചെയ്തത് എത്ര 80 രൂപ ആയുള്ളൂ മാർക്കറ്റിൽ. അപ്പം MU എന്ന് പറഞ്ഞത് വില്ലിങ് ടു പേയും പ്രൈസ് എന്ന് പറഞ്ഞത് മാർക്കറ്റ് പ്രൈസും ആണ്. അപ്പോൾ MU എപ്പോഴാണ് കൂടുന്നത്? ആ സമയത്ത് പ്രൈസ് MU ഇസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈസ്, അപ്പോഴാണ് ഈ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടാവുക. വെൻ MU ഇസ് ഈക്വൽ ടു ദ പ്രൈസ്, അപ്പോൾ ഇക്വിലിബ്രിയം ആണ് ഉണ്ടാവുക, സീറോ കൺസ്യൂമർ സർപ്ലസിൻ്റെ സമയത്ത്. ഇനി കൺസ്യൂമർ സർപ്ലസ് ഇസ് എ ബയേഴ്സ് നെറ്റ് ഗെയിൻ ഫ്രം പർച്ചേസിങ് എ ഗുഡ്. ഗ്രാഫിക്കലി ഇറ്റ് ഇസ് എ ട്രയാങ്കുലർ ഏരിയ ബിലോ ദ ഡിമാൻഡ് കർവ് ആൻഡ് എബവ് ദ പ്രൈസ് ലൈൻ. അത് ഓർമ്മ ഉണ്ടല്ലോ, ഒരു കുഞ്ഞു ട്രയാങ്കിൾ. Below the demand curve and above the price line. A rise in the price of a good reduces consumer surplus and a fall in the price increases the consumer surplus. Inverse relation ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പ്രൈസ് റൈസ് ചെയ്ത കൺസ്യൂമർ സർപ്ലസ് കുറയും, പ്രൈസ് ഫോളോ ചെയ്ത കൺസ്യൂമർ സർപ്ലസ് കൂടുകയാണ് ചെയ്യുക. അപ്പം പ്രൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബയേഴ്സ് വരും, ന്യൂ ബയേഴ്സിനും കൺസ്യൂമർ സർപ്ലസ് കിട്ടും, ഓൾഡ് കൺസ്യൂമേഴ്സിന് കൺസ്യൂമർ സർപ്ലസ് എക്സ്പാൻഡ് ആവും. അപ്പം ദ ഇൻഡിഫറൻസ് കർവ് തിയറി വിച്ച് ഈസ് ആൻ ഓർഡിനൽ തിയറി ഷോസ് ദ ഹൗസ്ഹോൾഡിൻ്റെ പ്രിഫറൻസ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ബൈ മീൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. യെസ്, ഓൾട്ടർനേറ്റീവ് ബണ്ടിൽസിൽ ബയ്യർ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നതാണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ ഇസ് പ്രിപ്പയർഡ് ടു എക്സ്ചേഞ്ച് ഗുഡ് എക്സ് ആൻഡ് വൈ. യെസ്, അതായത് വൈക്ക് വേണ്ടിയിട്ട് എക്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്തു, അല്ലെങ്കിൽ എക്സിന് വേണ്ടിയിട്ട് വൈ നമ്മൾ സാക്രിഫൈസ് ചെയ്തു. അതൊക്കെയാണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചു തരുന്നത്. ഇനി ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഇൻഡിഫറൻസ് കർവ് ആർ: ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് കോൺവെക്സ് ടു ദ ഒറിജിൻ, ആൻഡ് ടു ഐസസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ ആൻഡ് ഇറ്റ് വിൽ നെവർ ടച്ച് ദ ആക്സസസ്, ആൻഡ് ദ ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ഇസ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ 5 പ്രോപ്പർട്ടീസ് പറഞ്ഞു. When two goods are perfect substitutes of each other, the indifference curve for these two goods are straight parallel lines with a constant slope along the curve, or the indifference curve has a constant MRS. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് MRS. അപ്പോൾ എന്ത് സംഭവം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കർവ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈവൻ ഡിമാൻഡ് കർവ് പോലും സ്ട്രെയിറ്റ് ലൈൻ ആവുക അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ്. ഇനി ഗുഡ്സ് ആർ പെർഫെക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ആണെങ്കിലും ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ പെർഫെക്റ്റ് തലം, അതായത് ലെഫ്റ്റ് ഷൂവും റൈറ്റ് ഷൂവും. അപ്പം in such a case, indifference curve will consist of two straight lines with a right angle bend which is convex to the origin, or in other words it will be L-shaped. Any budget line or price line shows all those combinations of two goods which the consumer can buy spending his given money income on the two goods at their given prices. അപ്പോൾ ഗിവൻ പ്രൈസസ്, ഫിക്സ്ഡ് പ്രൈസസിൽ ഫിക്സ്ഡ് മണി ഇൻകം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഓൾ കോമ്പിനേഷൻസും ആ ബഡ്ജറ്റ് ലൈനുമേ കാണാം. ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ പ്രൈസിൻ്റെ ഉള്ളിൽ 100ൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത് കാണാം. ബഡ്ജറ്റ് ലൈനുമേലാണെങ്കിൽ 100 രൂപയ്ക്ക് കറക്റ്റ് വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷൻ നമുക്ക് തരും. ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ റിലേറ്റീവ് പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ്. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ് ആണ്, PX/PY, and it measures the rate at which the consumer can trade one good for the other. ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന കോമ്പിനേഷൻസ് ആണ് കാണിച്ചു തരുന്നത്. ദ ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ പ്രൈസസ് ഓഫ് വൺ ഓർ ബോത്ത് ദ പ്രൊഡക്ട്സ് വിത്ത് ദ നോമിനൽ ഇൻകം ഓഫ് ദ ബയർ റിമെയിനിങ് ദ സെയിം. അപ്പം പ്രൈസ് കൂടുമ്പോൾ, ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ബഡ്ജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യും. അതുപോലത്തെ ആ സമയത്ത് നോമിനൽ ഇൻകം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. നോമിനൽ ഇൻകത്തിൽ മാറ്റമൊന്നുമില്ല, റിമെയിൻസ് ദ സെയിം. ഇനി വെൻ ദർ ഇസ് എ ചേഞ്ച് ദ ലെവൽ ഓഫ് നോമിനൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ വിത്ത് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ദ ടു ഗുഡ്സ് റിമെയിനിങ് ദ സെയിം. ആ ഇൻകം മാത്രം കൂടും, പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോഴും ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോഴും ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. എ കൺസ്യൂമർ ഇസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം when he is deriving maximum possible satisfaction from the goods and is in no position to rearrange his purchase of goods. എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇതിൽ നിന്നൊരു മാറ്റം ഇല്ല എന്നുള്ള രീതിയിൽ ആ ഗുഡ്സ് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങുമെന്ന്. Okay, in the consumer attains equilibrium at the point where the budget line is tangent to the indifference curve, that is MUX/PX is equal to MUY/PY is equal to MUZ/PZ.
അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ രണ്ടിൻ്റെയും ബഡ്ജറ്റ് ലൈനിൻ്റെയും IC കർവിൻ്റെയും സ്ലോപ്പുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എത്ര ഗുഡ്സ് ഉണ്ടെങ്കിലും MU(x/PX) ആവാം, MU(y/PY) ആവാം, MU(z/PZ) ആവാം. അപ്പോൾ പ്രൈസ് എപ്പോഴും അടിയിൽ കാണിക്കാം. ഇത് നമ്മളെ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാനിപ്പോൾ അത് കണ്ടപ്പോഴാണ് അതിൽ ഈ ഇൻറ്റേർണൽ കോഴ്സ് കാരണം ബിസിനസ് സൈക്കിൾ മാറുമ്പോൾ അതിൽ ലാസ്റ്റത്തെ കോഴ്സായിട്ടുള്ള 6ാമത്തെ ഈ സൈക്കോളജിക്കൽ ഫിനോമിനൻ കാരണം ഈ പെസിമിസം അടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഇരിക്കുന്ന സമയത്ത് സൈക്കോളജിക്കൽ ഫിനോമിനൻ കാരണമാണ് ഈ ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ വരുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 3 എക്കണോമിസ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ 2 എക്കണോമിസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞുള്ളൂ, പിഗുവിനെയും നിക്കോളാസ് സ്കാൽഡറിനെയും പറ്റിയിട്ട്. പക്ഷേ ഇവിടെ ഈ സ്കംബീറ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ ഒരു പേജ് അതിൽ നിന്ന് പോയിരുന്നു. പെട്ടെന്ന് എഡിറ്റ് ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്. ഇനി അതിലേക്ക് എങ്ങനെ കംപ്രസ് ചെയ്യാൻ പറ്റും? അപ്ലോഡഡ് ആയില്ലേ ഓൾറെഡി, അതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ബിസിനസ് സൈക്കിളും കണ്ടവരായിരിക്കും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്കംബീറ്ററും കൂടി ഉണ്ട് കേട്ടോ. ഇന്നോവേഷൻ തിയറി നമുക്ക് തന്നത് സ്കംബീറ്ററാണ്. എല്ലാ വർഷവും ഇക്കണോമിസ്റ്റിൻ്റെ പേര് എന്തായാലും ചോദിക്കും. ഏതെങ്കിലും ഒരു ഇക്കണോമിസ്റ്റിൻ്റെ പേര് ടെക്സ്റ്റിലുള്ളത് എന്തായാലും ചോദിക്കും എക്സാമിന്. അപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇത് മറന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇടുന്നതിൻ്റെയും കാരണം ചിലപ്പോൾ സ്കംബീറ്ററിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കാൻ പോണത്. നോക്കിക്കോ, സ്കംബീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ തിയറിയാണ് തന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതൊന്നുമില്ല, ട്രേഡ് സൈക്കിൾ വരുന്നതിൻ്റെ കാരണം ഇന്നോവേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ടാണ്. ഇന്നോവേഷൻസ് വരുമ്പോഴാണ്, ഇപ്പോൾ ഐഫോൺ വരുമ്പോൾ, അതുപോലെ തന്നെ മാക്ബുക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ പുതിയ പുതിയ ഇൻവെൻഷൻസ് വരുമ്പോഴാണ് ഈ ഒരു ബിസിനസ് ഇങ്ങനെ ഭൂമിയിലേക്ക് പോണത്, ബിസിനസ് താഴുന്നതൊക്കെ. ഇപ്പോൾ പുതിയൊരു ഇന്നോവേഷനായ മാളൊക്കെ വന്ന് പിന്നെ ചെറുകിട വ്യാപാരികൾക്ക് ഭയങ്കര ഒരു റിസഷനറി ഫേസാണ് അവർക്ക് അധികം കച്ചവടം ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്കറിയാം എന്താണ് ബിസിനസ് സൈക്കിള്. ഈ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഭയങ്കര പീക്കിലാവുന്നതും ബിസിനസ്സിൻ്റെ പെർഫോമൻസ് കുറയുന്നതുമാണ് കേട്ടോ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിലത്തെ. ഓക്കെ, പിന്നെ ഇവിടെ നിക്കോളാസ് സ്കാൽഡറിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പ്രസൻറ്റ് പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ എന്നൊക്കെ പറഞ്ഞു. നിക്കോളാസ് സ്കാൽഡറിൻ്റെ എന്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം? കോബ് വെബ് തിയറി. ഇപ്പോൾ കോബ് വെബ് തിയറി തന്നത് നിക്കോളാസ് ആണ്. പിന്നെ ഈ ഓരോ സ്റ്റേറ്റുകളുണ്ടാവല്ലോ, ഓരോ ഫേസസ് ഓഫ് ബിസിനസ് സൈക്കിളിന് എന്തെന്നാ പറയാം? ഒന്ന് എക്സ്പാൻഷൻ, അല്ലാന്നുണ്ടെങ്കിൽ അതിന് അപ്സ്വിങ് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ബൂമെന്നും പറയും. ഓക്കെ, ഈ ബൂം അവസാനിക്കുന്നതിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത്. പീക്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബൂമെന്ന് ചിലവർ പറയും. പിന്നെ ഈ കോൺട്രാക്ഷനെ തന്നെയാണ് റിസഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അടിയിൽ മുട്ടുമ്പോഴാണ് ട്രഫ് ആവുക. അപ്പോൾ അതിനെ തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യണേ. ബൈ.